ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളെ വീട്ടിൽ വലിയ അയില കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല വലിപ്പമുള്ള അയിലയാണ്. നിങ്ങൾ കണ്ടോ? നമ്മൾ മണ്ണല മുറിച്ചതിൻ്റെ ശേഷം നമ്മൾ ചിക്കനെ കൂട്ടുള്ളൂ, മീൻ കൂട്ടിയില്ലേന്. അപ്പം നമ്മൾ മീൻ കൂട്ടാൻ പോണേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തിങ്കളാഴ്ച. എല്ലാവരും പോയ വർക്കിന് പോയി, എല്ലാവരും സ്കൂളിൽ പോയി. എൻ്റെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ലീവ് കഴിഞ്ഞിട്ട് നമ്മളെ ക്രിസ്മസ് ലീവ് കഴിഞ്ഞ് എല്ലാവരും നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. എന്താ പറയാ, ഇവിടെ മൊത്തം അങ്ങ് മൂകത നിറഞ്ഞ മാതിരി ഇപ്പം നമ്മളെ കുട്ടികൾ നമ്മളെ തൊടിക്കും പറമ്പിനൊക്കെ ഭയങ്കര എനർജിയാണ് ഭയങ്കര. അപ്പം നമ്മളെ കുഞ്ഞുങ്ങളാണ് നമ്മളെ എനർജി പവർ. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഹാപ്പി അല്ലേ? നമ്മളടക്കമുള്ള ചെടിയൊക്കെ ഇവിടെ സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കുന്നു കേട്ടാ. ഒരാളെ ഞാൻ സിറ്റൗട്ട് കൊണ്ടുവച്ചു. എന്താ പറയുക, വെയിലും വെളിച്ചം തട്ടാഞ്ഞപ്പോൾ അവർക്കൊരു വാടലൊന്നുമില്ല, പക്ഷെ ആ ഇലയൊക്കെ വരുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ആ ചെടിക്ക് ഒരു എനർജി ഇല്ലാന്ന്. അപ്പം നമുക്ക് ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്നലെ നമ്മളെ വീട്ടിൽ പരിപാടിയായിരുന്നു. അമ്പലത്തിൽ കുറച്ച് ആവാഹനവും അങ്ങനെ നമ്മളെ ഇതുണ്ടല്ലോ, നാഗക്കോട്ടൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒക്കെ പണിക്കരെ കൊണ്ടുവന്നപ്പം പിന്നെ നമ്മൾ സ്വർണ്ണ പ്രശ്നത്തിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരിച്ചു പോയവരൊക്കെ ആവാഹിക്കണം, എന്നതിൻ്റെ ശേഷം പരിപാടിയൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ 2 ദിവസത്തെ ആവാഹനമൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിയേട്ടനും ഈ തറവാട്ടുള്ളവരൊക്കെ ഈ ആവാഹിച്ച ഈ മരിച്ചു പോയവരെ ആൾക്കാരെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. തിരുനെല്ലി പോയിട്ട് ബലിതർപ്പണം നടത്തിയാലേ നമ്മൾ ഇത് ചെയ്തതിന് ഫലമുള്ള. അപ്പോൾ നമ്മളെ മരിച്ചു പോയവരെ ഫാമിലീസ് എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉണ്ണിയേട്ടനും പോയിട്ടുണ്ട്. നമ്മളെ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ അമ്മയും ഏട്ടനും. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയതുകൊണ്ട് ഉണ്ണിയേട്ടൻ പോയി. അങ്ങനെ നമ്മളെ മേമന്ന് വർക്കിന് പോയി. മേമയ്ക്ക് എത്രയോ ദിവസമായിട്ട് ലീവായിരുന്നു. ഇന്ന് വർക്കിന് പോയി. പിന്നെ ആരുമില്ല ഇവിടെ. പിന്നെ അമ്മായി രേഷൻ കിടക്കാൻ പോയി. നമ്മളെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് 5 അയില കുറച്ച് വെച്ചിട്ട് അയ്യോ. അപ്പം നമ്മൾ ഇന്ന് ഒരു ചപ്പാത്തി ബാക്കിയായത് ഇവിടെ കിടന്നിട്ടുണ്ട്. ഇന്നലെ നൈറ്റിൽ നമ്മൾ 1 കിലോ ചിക്കൻ വാങ്ങി ഇങ്ങനെ വരട്ടിട്ടോ. അപ്പം നമ്മൾ അതൊക്കെ കൂട്ടിയിട്ട് ഇന്നലെ രാത്രി നല്ല ലാവിഷായിട്ട് കഴിച്ച്. ഇന്നലെ സാമ്പാറും ചോറൊക്കെ ഉണ്ടായിന്. വീഡിയോ പിടിച്ചില്ല, ഇനി സുഗുണാട്ടം പിടിച്ചിട്ടുണ്ടേ. ഒന്ന് കിട്ടുമോ നോക്കട്ടെ, നമുക്ക് വീഡിയോയിൽ ഇടണ്ടേ. നമുക്ക് തിരക്കാണ്. ഇവിടെ എന്തേ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് തിരക്കാണ്. ഈ കത്തിയല്ല, ഈ കത്തി പറ്റുള്ളൂ മുറിച്ചുള്ള. ഇത് ചെറിയ ആളാണ് കണ്ട, നല്ല മൂർച്ചുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്തൊക്കെയാ ഞായറാഴ്ചത്തെയും ശനിയാഴ്ചത്തേക്ക് വിശേഷം ഒന്നും കൂടി പറഞ്ഞേനെ. അപ്പൊ നമ്മളെ ഈ ഉള്ളി അയിലൊക്കെ കറി വെക്കണേ എന്ത് കാണാനാണ് നിങ്ങൾ വിചാരിക്കണ്ടാവും. കാണാൻ വേണ്ടിയല്ല, ഒരു ചൊറിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് വിശേഷം പറയണ്ടേ? കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടണ്ടേ? വീഡിയോ ഇടണോ? അതാണ് നമ്മുടെ ഡെക്സാ ബേബിന്റെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കൽ തോണ്ടലൊക്കെ കഴിഞ്ഞ് എല്ലാ പണി കഴിഞ്ഞു. ഇനി ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളിടുന്ന വീഡിയോസൊക്കെ നോക്കും. ഇന്ന് നമുക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അല്ലേ എന്താ നമ്മൾ ആദ്യം എടുത്ത വീഡിയോ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നാലേ നമുക്ക് ഇതിൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് സ്റ്റിക്കായി കളിക്കും. അപ്പോൾ എൻ്റെ അറിവിൽ ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ. അപ്പം ഞാൻ എടുത്തിട്ട് അപ്ലോഡാക്കി കഴിഞ്ഞ വീഡിയോകളൊക്കെ ഉണ്ട്, അത് ഞാൻ ഡിലീറ്റ് ആക്കാൻ നോക്കും. നമ്മളെ കമൻറ്റ് വായിക്കാനുള്ള കമൻറ്റ് വന്നിക്കണെങ്കിൽ ആരാ അപ്പം എനിക്ക് ഒരു കമൻറ്റ് അയച്ച് എൻ്റെ മനസ്സ് കണ്ണു നിറഞ്ഞ് അത്രയ്ക്ക് നല്ലൊരു കമൻറ്റ്. എനിക്ക് അല്ലെങ്കിൽ ബാഡ് കമൻറ്റ് ഒന്നും വരില്ല. കമൻറ്റ് അങ്ങനെ ഉണ്ടാവില്ലേ, കുറച്ച് ലവ് സീനൊക്കെ ഉണ്ടാവാറുള്ളൂ, അങ്ങനെ ഒന്നും വരാറൊന്നുമില്ല. ഇതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കഥേൻ്റെ അതിലേക്കാണ് എനിക്ക് ആ കമൻറ്റ് വന്നിട്ടോ. അപ്പോൾ ആ കമൻ്റ് ഇട്ട വ്യക്തിൻ്റെ ഈ കുക്കിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലൂടെ ഒരു താങ്ക്സ് ഇട്ടാ, നല്ല താങ്ക്സ് ഇട്ടാ. ഏത് കുഞ്ഞാണെങ്കിലും എൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞു പോയി ആ കമൻറ്റ് കേട്ടപ്പോൾ. ലവ് യു. പിന്നെ എന്തൊക്കെയാ? അപ്പൊ ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആ കമന്റ് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇനി ഇന്ന് വൈകുന്നേരം വരെ
ഒരു ബാഡ് കാര്യങ്ങളും നമ്മൾ കേൾക്കരുത്. അത്രയുള്ളൂ നമുക്ക് പറയാം. അപ്പൊ അതൊക്കെ നമുക്ക് കഴുകിട്ട് വരാം. കഴുകിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്ത് വരാം. ഞാനിപ്പോൾ എപ്പോഴും ഗ്യാസിന്റെ അട്ടി അങ്ങ് കൂട്ടും. അപ്പൊ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചോളാം. ഗ്യാസ് ലൈറ്റ് എന്താണെന്നാവോ. അപ്പൊ നമുക്ക് ഈ ചീഞ്ചട്ടി ഒന്ന് വെച്ചെടുക്കാം. കാണണ്ടേ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ അതിലേക്ക് വേണ്ടത്? ഒരു സവാള, തക്കാളി, ഒറ്റ പച്ചമുളക്, കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇച്ചിരി കറിവേപ്പില, മല്ലിയില ഉണ്ട് കേട്ടോ. ഇവിടെ മല്ലിയില ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടാട്ടോ. നമ്മളെ സാമ്പാറിനൊക്കെ കൊണ്ട് ഞാൻ വലിയൊരു ഇഞ്ചി എടുക്കാട്ടോ. ഈ ഇഞ്ചിന്റെ പവർ എന്താ? ചീഞ്ഞത്. അപ്പൊ നമ്മളത് വേസ്റ്റിലേക്കിട്ട് ഇനി നമ്മളെ നാട്ടിലൊന്നും നമ്മളെ നാട്ടിൽ നമ്മൾ കോഴിക്കോട് നാട്ടിൽ ഇടുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ. നമ്മളൊന്നും ഉലുവ പൊട്ടിക്കൂല കേട്ടോ. ഉലുവ ഇടൂല കേട്ടോ മീൻകറിയിൽ. ഈ യൂട്യൂബിൽ എപ്പോഴും ഉലുവ. അപ്പൊ നമ്മള് ഒന്ന് ഉലുവട്ടാലോ. അപ്പൊ നമ്മള് 2 മണി ഉലുവ അതിൽ പൊട്ടിക്കാം. കാരണം ഉലുവാപ്പൊടി ഇല്ല. ഉലുവയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. വേറെ എല്ലാവരും ഉലുവ എല്ലാത്തിനും ചേർത്ത്. ഞങ്ങളിവിടെ എന്തിലൊക്കെ അറിയാം ഉലുവ ചേർത്ത മോരുംകാളം ഉണ്ടാക്കിയാൽ അതിൽ ഉലുവ ഉണക്കമുളകെല്ലാം വറുത്തിട്ട് കറിയിൽ ലാസ്റ്റ് നമ്മൾ ചേർത്തും. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഉലുവയ്ക്ക്. ഉലുവ പൊട്ടട്ടെ. ഉലുവ പൊട്ടിയിട്ട് നമുക്ക് സവാള ഇഞ്ചി ഒക്കെ ഇട്ടൊന്ന് വഴറ്റാം. നമ്മളിതിലേക്ക് മുളകും പൊടി ഒന്ന് കൊടുക്കാം കേട്ടോ. എന്നാലും ആ വറവാകുമല്ലോ മുളക്. ആ വെളിച്ചെണ്ണ കിടന്നൊന്ന് മുഴുകുമ്പോൾ അതിനൊരു ടേസ്റ്റ്. നമ്മളെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമ്മൾ ഇതങ്ങ് വാട്ടി ഇതൊക്കെ ഉപ്പിട്ടെടുത്തിട്ടോ. അപ്പൊ നമ്മൾ മുളകും പൊടി ഇട്ടപ്പോ നമ്മളെ ചീഞ്ചട്ടി മിണ്ടാണ്ടിരുന്നു. എന്തിനാണ് ഇത് കരിയാനുള്ള പ്ലാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേഗം എന്ത് ചെയ്യണം, നമ്മൾ തക്കാളി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മല്ലിയില ഇട്ട് കൊടുക്കട്ടോ. മല്ലിയിലൊന്നും നമ്മൾ കറി കാണാൻ പാടില്ല. മുളക് മുട്ടേന്റെ മണാണ് ഞാൻ ഇതിന്റെ ഈ പ്രതികാരം. അങ്ങനെ നമ്മള് ഞാൻ വീഡിയോ സ്റ്റെക്കായോ നോക്കാം. ഒരു മുറി തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ പോയി ഒരു മുറി തേങ്ങ എടുത്തോണ്ട്. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ പോയപ്പോണ്ട് ഫ്രിഡ്ജിൽ നല്ല പഴം ഇരിക്കണേ. നമ്മളെ എന്താ പറയാ, മൈസൂർ പഴല്ലേ. ഇന്നലെ പുട്ടും പഴവും ഉപ്പുമാവും പഴമായിരുന്നേ. അപ്പോൾ കർമ്മിമാരൊന്നും ഉപ്പുമാവ് കഴിക്കില്ല. അപ്പോൾ കുറച്ച് തോനെ പുട്ടിട്ട് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി. കഴിയാത്തവർക്ക് ഉപ്പുമാവ് വിചാരിച്ച് അപ്പോൾ ഒക്കെ ബാക്കിയായി. അപ്പോൾ അതിന് കൊണ്ടുവന്ന അപ്പോൾ നമുക്ക് ഇച്ചിരി പാലും ബാക്കിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിലുണ്ട്, അപ്പോൾ കടലയുണ്ട്. അപ്പം ഞാനും അമ്മായി ഒരു മിൽക്കവിലടിച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ച് കണ്ടാലോ. ഇതായിരിക്കും അടിക്കുന്നവരെ നമ്മൾ ഉള്ളി തക്കാളി അങ്ങോട്ട് വെച്ച് കേട്ടോ. ഞാൻ സിമ്മ അടുപ്പുണ്ട്, അതിലേക്ക് വെച്ചിട്ട് നല്ലോണം താളിക്കാണ്. നമ്മൾ മിക്സിയിൽ അടിക്കില്ല, അതുകൊണ്ടാണ് നല്ലോണം താളിക്കോട്ട വെച്ചിട്ടാണ് അതിൽ വെച്ചത്. ഒരു കറി വെക്കാനുള്ള തന്ത്രപ്പാട്. ഇപ്പോഴും നമ്മളെ മുളകിന്റെ വറവിന്റെ സ്മെല്ല് നമ്മളെ അടുക്കളന്ന് പോയില്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് പാലാക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പാല് മതി, ഒരു കുഞ്ഞിക്കൊപ്പ പാല് മതി കേട്ടോ. കറിയിലേക്ക് ഒറ്റ പ്രാവശ്യം പെയ്യുള്ളൂ. പകലാം പൈങ്കിളി പോയി മറഞ്ഞു, പടിഞ്ഞാറൻ കുന്നത്ത് പോയി മറഞ്ഞു, അന്തിക്കുമാനത്ത് വെള്ളവിരിക്കുമ്പോൾ പൊന്നുണ്ണി കണ്ണന് ചോറൂണി.
എന്റെ പൊന്നു മക്കളെ ഫുള്ള് തെറ്റ്. ഇതൊക്കെ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് വേണ്ട പാടാൻ. ഇവിടെ പാടേണ്ട വരി അവിടെ പാടും, അവിടെ പാടേണ്ട വരി ഇവിടെ പാടും. ഞാൻ വെറുതെ പാടണം കേട്ടോ എന്റെ കുട്ടികളെ. ഞാനിതൊന്നും കട്ട് ചെയ്യാനും പോണില്ല. എന്റെ കുട്ടികൾക്ക് നമ്മളെ വീട്ടിലെ അമ്മമാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടി കൊടുക്കൂലേ, അല്ല ഒരു ഈണം താളം ബോധങ്ങൾ, അതേമാതിരി എന്റെ കുട്ടികൾക്ക് പാടാണ്. വെറുതെ പാടുക. നമ്മളെ അടക്കള പണിയിൽ വെറുതെ ഒരു ഈണം അത്ര മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇനി ഇന്ന് പോയിട്ട് ഈ പാട്ടൊന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് നോക്കണം അതിന്റെ വരികളൊക്കെ എന്താണ്. അങ്ങനെ നമ്മൾ പാലവിടെ പിഴിഞ്ഞെടുത്ത് നമ്മൾ ഉണ്ണേട്ട വരുമ്പത്തിന് ചോറും കറി, ഒരു ചോറും ഒരു കറി. ഇന്ന് പൊരി ഒന്നുമില്ല. ഞങ്ങൾ മീൻ പൊരിച്ചതിനോടൊക്കെ ഇവിടെ പറയാം. എന്താ അറിയാം, മീനില്ലേ പൊരിക്കുക, അതല്ല. അല്ലാണ്ടപ്പോ എന്താ. ഞാനൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മള് ഇതൊക്കെ തക്കാളിക്ക് ഇങ്ങനെ വാട്ടി ഉള്ളിയും വാട്ടി ഇങ്ങനെയൊക്കെ അതിന്റെ. അപ്പൊ നമുക്ക് ഈ മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് കറക്കിക്കാറാം. അപ്പൊ ഒന്ന് കറക്കിയാൽ എന്തുണ്ട്, തട്ടും തരികളൊന്നും കാണത്തില്ല. അപ്പൊ ഇഞ്ചൊക്കെ കണ്ടം കണ്ടാക്കിയിട്ടല്ലേ, വലിയ പീസാക്കിയിട്ടല്ലേ. അപ്പൊ നമുക്ക് അതങ്ങ് ഒന്ന് കറക്കാക്കിക്കണം. അപ്പൊ നമ്മള് അതെല്ലാം കറക്കി നമ്മളെ കറിച്ചട്ടി ഇവിടെ എടുത്ത് വെച്ച് ഒരു കോപ്പ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കും. അപ്പൊ നമ്മള് തെറ്റായ വരികളൊക്കെ പോയി നോക്കിയിട്ട് വന്നാട്ടോ. തെറ്റ് കുറ്റങ്ങളൊക്കെ നമ്മൾ തിരുത്താനൊന്നും വന്നേ. എന്താണ്, പകലാം പൈങ്കിളി പോയി മറഞ്ഞു, പടിഞ്ഞാറൻ കുന്നത്ത് പോയി മറഞ്ഞു, അമ്പിളി തുമ്പിക്കും മക്കൾക്കും മാനത്ത് തുമ്പക്കുടത്തി മീലൂഞ്ഞാല. അപ്പൊ നമ്മൾ തെറ്റായ വരികളും ശരിയായ വരികളും നമ്മൾ കട്ടാക്കുന്നതല്ല ഗൈസ്. അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ്. നമ്മുടെ വീഡിയോ ലെങ്ത് ആയിക്കൊണ്ടിരിക്കാണ്. നമ്മൾ ഇതൊക്കെ അതിൽ ഒഴിക്കുന്നതാണ്. കാണുന്നുണ്ടോ? നമുക്ക് ഇവിടേക്ക് വെച്ച കൂട്ട. നമ്മളെ മോൻ ചെറുതാകുമ്പോൾ ഞാൻ പാടിക്കൊടുക്കണം പാട്ടത്. നമ്മളെ അമ്മമാര് നമുക്ക് പാടിത്തന്ന് നമ്മൾ എന്തേതോ നമ്മൾ മക്കൾക്കും പാടിക്കൊടുത്തു. ഓൻ അതുകൊണ്ട് തന്നെ പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ ഞാൻ ആദ്യത്തെ കൺമണിയല്ലേ, അപ്പം നന്നായി പാട്ടൊക്കെ പാടി കൊടുക്കായിരുന്നു. എൻ്റെ മോക്ക് പാട്ടും കേൾക്കണ്ട തോറ്റവും കേൾക്കണ്ട. അവള് വലിയ വലിയ റൂമിലുണ്ടാവുക, എൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പം നമ്മളിതിങ്ങനെ കലക്കി കൂട്ടി നല്ല സുന്ദരമായ കറിയാക്കി എടുക്കുന്നതായിരിക്കും. കാർത്തിക നക്ഷത്രം വീണുറങ്ങി, കാറും കാടും വീണുറങ്ങി, നാളെ വെളുക്കുമ്പോൾ പൊന്നുണ്ണിക്കണ്ണന് നാലും കൂട്ടിയ ചോറൂണ്. ഓ എന്തൊരു പാട്ടല്ലേ. നമ്മൾ ഒന്നിനും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിന്നില്ല. നമ്മുടെ കറി അടുപ്പത്താണ്. പിന്നെ ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് മീനിൻ്റെ തല ഇട്ട് കൊടുക്കും. തല ഇടാത്ത കറി നമ്മൾ വെക്കില്ല, കാരണം മീനിൻ്റെ കറിക്ക് ഏറ്റവും ടേസ്റ്റ് തല. അപ്പം നമ്മൾ കറി അവിടെ തിളക്കട്ടെ. അപ്പം നമ്മൾ പഴതാ അവിടെ മൈസൂർ പഴം അങ്ങനെ ആർക്കും അങ്ങനെ അച്ചക്ക് കഴിക്കുന്ന ഒരു താല്പര്യമില്ല. അപ്പം നമ്മൾ മിൽക്ക് കറി ഉണ്ടാക്കാൻ പോകുന്നു.
കഴിക്കൊന്നും വേണ്ട. നമ്മൾ മിൽക്ക് ഓയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കും. ചീവ വറക്കേണ്ടെന്നാണാവോ. അത് മതി, ഞങ്ങൾക്ക് രണ്ടാക്കും അത് മതി. ഒന്നും കൂടി ഇട്ടതാ. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ നേരത്തെ കയറി വരുന്ന ഒരു വീടാണ്. അപ്പം പിന്നെ ഉണ്ടാക്കി എനിക്ക് കിട്ടില്ല. ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ ഒന്നും ആരുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് എന്തിടണം, ഇത് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തില്ല, ഉള്ളിൽ തിളക്കുന്നതിൽ ഇട്ട് കൊടുത്തില്ല. അപ്പം ഉപ്പുണ്ട്, തിരികൂടി ഇടാം. ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മളെ മീൻ്റെ തലകളൊക്കെ ഒന്ന് പെറുക്കിട്ട് കൊടുക്കട്ടെ കേട്ടോ. തല എന്ന് പറയാൻ മാത്രമല്ല, 5 തല. പുളിവെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലേ. അപ്പം പുളിവെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒക്കെ നമ്മൾ ഒഴിച്ചെടുത്ത്. ഇനി നമ്മളിതൊന്ന് പാലുണ്ട് കേട്ടോ, ഒത്തിരി എടുത്തിട്ടുള്ളൂ. ചക്കര എന്തിൻ്റെ കേടാണ് സെറ്റ്. അപ്പം നമ്മളെ മിൽക്കവിൽ നിന്നുള്ള ഇത് റെഡിയായി. ഞാൻ രസം കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ്. നമുക്ക് പാൽ ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വാവ്, ഇതിങ്ങനെ തന്നെ പിടിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അമ്മായിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് മിൽക്കവിലൊക്കെ കൊടുക്കാം. അപ്പം നമുക്ക് മീനും കൂടി ഇതിൽ തട്ടാട്ടോ. മീനും അതിൽ തട്ടി നമ്മളെ മീൻ കറി എന്നിട്ട് വേവട്ടെ. നമുക്ക് ഈ പാല് മൊത്തമായിട്ട് ഇല്ലാണ്ട് വയ്ക്കാം. അപ്പം നമ്മളെ കറി ഇതാ ഇവിടെ അങ്ങ് റെഡിയായി. ഇനി നമുക്ക് നന്നായി തുള്ളുന്നുണ്ട്. തുള്ളി മീനൊക്കെ തുള്ളിക്കരുകുടം തേന്മാരി എന്ന് പറഞ്ഞിട്ട് തുള്ളുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല അങ്ങോട്ട് തുള്ളട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം തുള്ളുന്നുണ്ട്. നമുക്കൊരു മൂടി ഇടാം. മൂടി വെക്കാം. അപ്പം നമുക്ക് നമ്മളെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ കേട്ടോ. തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ച് ചേർക്കാം കേട്ടോ. കാണുന്നുണ്ടോ? കാണും. നല്ല തേങ്ങാപ്പാൽ. അപ്പം നമ്മളെ കറി നീണ്ടല്ലോ. കറി അപ്പം നീണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കി. കറിവേപ്പില ഇന്നെന്റെ കണ്ണനുറങ്ങീണം. ഈ മൂടി ശരിയാവില്ല. സ്റ്റീലിന്റെ മൂടി വരുന്നല്ലോ. അപ്പം നമ്മളെ കറിയൊക്കെ മൂടി വെച്ച് നമ്മളെ കറി അതിന്നങ്ങ് വെന്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളെ വീഡിയോ അവസാനിക്കുന്നില്ല, നമുക്ക് വിൽക്കവിലുണ്ട്. അപ്പൊ നമ്മള് ഇന്നെന്റെ കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം, അന്തിക്കുമാനത്ത് വെള്ളമിരിക്കുമ്പോൾ അല്ലിമലർക്കവിലാറാട്ട് ഊഞ്ഞാല ഊഞ്ഞാല. അപ്പൊ നമ്മളിതാ ഒന്ന് വെയിറ്റ് വെച്ചെടുത്ത് നമ്മളെ പാട്ടും തോറ്റും അടക്കളപ്പാട്ടും
അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പരിപാടിയായിട്ട് പന്തലിലെ പാത്രങ്ങളൊക്കെ കുറേ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഒതുക്കി ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് നമുക്ക് നീക്കി വെക്കാണ്ട് നമുക്ക് ഇനി മിൽക്കവിൽ റെഡിയാക്കിയിട്ട് അതും കൂടി കഴിച്ചിട്ട് നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ചോറ് കഴിക്കണമൊന്നും കാട്ടില്ല. എന്തെന്ന് ഒരു മീൻചാറ് ചോറ് അത് മതിയല്ലോ നമുക്ക്. സൂപ്പറാണ്. പപ്പടൊന്നും വേണ്ട. ഹലോ, അപ്പൊ നമുക്ക് മിൽക്ക് അവല് റെഡിയാക്കിയാലോ. നമ്മള് അവിൽ ഇവിടെ റെഡി. രണ്ട് കപ്പുകൾ ഇവിടെ റെഡി. അപ്പൊ നമുക്ക് അവിലോരോ പിടിയിട്ട് അവിലിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, കടലിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മിൽക്കവിൽ ഇതിൽ ഒഴിച്ചോക്കണം. സൂപ്പർ സൂപ്പർ. ഇനി നമ്മൾ ഇച്ചിരി കൂടി അവിലിടാം. ഇച്ചിരി കൂടി അവിലിട്ട് ഇച്ചിരി കൂടി കടലിട്ട് എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ നിറയ്ക്കാം. ഇത് നമുക്ക് ഭംഗിക്ക് കടലിട്ടെടുക്കാം. ഇതിലും നമുക്ക് കടലിട്ടെടുക്കാം. നമ്മൾ ഭംഗിക്ക് കടലിട്ട് അപ്പോൾ ഫിനിഷ് വർക്ക്. ഇതിൽ കൂടി ഇതിൽ രസമുണ്ട്. ഇതിൽ എൻ്റെ മോനെ അടിച്ചു കൊടുക്കാം രാത്രി. അതിന് പാലില്ല. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. ഇത് നമ്മളെ അമ്മായിക്ക്. ഇത് നമുക്ക് കഴിച്ചാലോ. കഴിക്കാം. നമുക്ക് കഴിക്കട്ടോ. ഇതൊന്ന് ഇളക്കാന്ന്. ഇളക്കിയപ്പോ നമുക്ക് താന്ന് പോയി. ഈ അമ്മായി എന്താക്കുക, കുറെ ആരായി വിളിച്ചിട്ട്. കടലയും അവിലൊക്കെ ആസ്വദിച്ച് കഴിക്കണം കേട്ടോ. അപ്പം നമുക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല. ഈ അവില് മിൽക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. എനിക്കിതേനി പണി. അമ്മേൻ്റെ ഇതൊക്കെ ഇറക്കിയപ്പം താന്ന് ഇത് രസം കൂടി ഉണ്ടാവും. വീഡിയോ ഉണ്ട്. രസം കുടിച്ച് അതിനെ ഞാൻ വിളിച്ചത്. അടിപൊളി സൂപ്പർ സൂപ്പർ. ഉച്ചക്ക് എല്ലാവരും ഫുഡ് കഴിച്ചോളാം. മതി. ഉച്ചക്ക് എല്ലാവരും ഫുഡ് കഴിക്കാം. നമുക്ക് അയലക്കറി കേട്ടോ. പോയിക്കോളെ. ഞാൻ അപ്പനെ അടിച്ചു കൊടുക്കാതെ പാല് വേടിപ്പിക്കണം വൈകുന്നേരം. അപ്പൊ വീഡിയോക്ക് ബൈ. എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനം ഒക്കെ സ്വാഹ പറഞ്ഞിട്ട് തരുന്നത്. നമുക്ക് ഇന്നലെ സ്വാഹ ഇങ്ങനെ എല്ലാം ഇടാണ്ടേനി. അപ്പൊ അങ്ങനെ അത് പറഞ്ഞോണ്ട് ഞാൻ എന്റെ സ്നേഹം തന്നുകൊണ്ട് ബൈ. ലവ് യു. Alicia.